ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എങ്ങനെയായിരിക്കും നോക്കാം. ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, മിക്സ്ഡ് നമ്പർ ആണ്. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ നമ്പർ എടുത്ത് എഴുതി. ഇനി നോക്കാം. ഇത് തന്നെ നമ്മുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതിന് മുമ്പുള്ള നമ്പേഴ്സ് നോക്കി വെക്കുക, ഈ പോയിന്റിന് ശേഷമുള്ള നമ്പേഴ്സ് നോക്കി വെക്കാം. 0, 1, 2, 3, 4, 5, 6, 7. ഇനി അപ്പുറത്തോട്ടുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? -1, -2, -3 and -4. ഓക്കെ, അങ്ങനെ കൊടുത്തോളൂ. ഇനി നമ്മൾ ഓരോ നമ്പറും നമ്മൾ മുകളിൽ കൊടുത്തേക്കണ ഈ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെയാ നോക്കാം. 1 × 2⁻7. ഈ 2 എന്താ വന്നെ? നമ്മൾ ബൈനറി നമ്പറിനെയാണ് കൺവേർട്ട് ചെയ്യണേ. അതുകൊണ്ട് നമ്മൾ 2 നമ്മൾ എത്രയാണോ മുകളിൽ വെയിറ്റ് കൊടുത്തേ, അത് നമ്മൾ എത്രയാണോ മുകളിൽ നമ്പർ കൊടുത്തേക്കണേ അത് വെച്ചിട്ട് അത് പവർ ആക്കിയിട്ട് നമ്മൾ എഴുതും. ഇത് 1 × 2⁻7 പ്ലസ് ബാക്കി എന്തായിരുന്നു 0 × 2⁻6 പ്ലസ് 0 × 2⁵ പ്ലസ് 0 × 2⁴ പ്ലസ് 0 × 2⁵ പ്ലസ് 0 × 2⁵2 പ്ലസ് 1 × 2⁵1 പ്ലസ് 1 × 2⁻. പ്ലസ് ഓക്കെ, ഇനി നമ്മൾ പോയിന്റിന് ശേഷമുള്ള നമ്പേഴ്സ് ആണ് എഴുതുന്നത്. 0 × 2⁻−1 പ്ലസ് 0 1 × 2⁻² പ്ലസ് 1 × 2⁻3. ഓക്കെ, ഇത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ആൻസർ? 128 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 0.125 പ്ലസ് 0.0625. അത് ഈക്വൽ ടു 131.4375 ടു ദ ബേസ് 10. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒന്നുകൂടി പറയാം. നമ്മുടെ ബൈനറി നമ്പർ ആണിത്. ഇത് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ 0 തൊട്ട് നമ്പർ കൊടുത്തു. ഇനി പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് -1, -2, -3, -4 അങ്ങനെ നമ്പർ കൊടുത്തു. ഇത് നമ്മൾ എന്താ ചെയ്യാ? ഓരോ നമ്പറിനും, അതായത് ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്തേ? റൈറ്റിലോട്ടാണ് നമ്മൾ എഴുതി പോയത്. അതെങ്ങനെയാ? ആദ്യത്തെ നമ്പർ 1 × 2⁻7, അതുപോലെ 0 × 2⁻6 പ്ലസ് 0 × 2⁻5 അങ്ങനെ എഴുതി. ഇനി പോയിന്റ് അപ്പുറത്തോട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു? 0 × 2⁻−1. നമ്മൾ മുകളിൽ -1 അല്ല കൊടുത്തേക്കണേ, അത് വെച്ചിട്ട് നമ്മൾ പവർ കൊടുത്തിട്ട് എഴുതി. ഇവിടെ 2 വരാൻ കാരണം എന്തായിരുന്നു? ബൈനറി നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2 വെച്ചിട്ടായിരിക്കും പവർ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം.